Dear students, the next topic is algorithm for connectedness and components. Okay, so എന്താണ് കണക്റ്റഡ്നെസ്, എന്താണ് കമ്പോണൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ് ഒരു ഗ്രാഫ് എപ്പോഴാണ് കണക്റ്റഡ് എന്ന് പറയുന്നത്? ഒരു വെർട്ടെക്സിൽ നിന്ന് ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കും അറ്റ്ലീസ്റ്റ് ഒരു പാത്ത് വഴിയെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ നമ്മളതിനെ എന്തെന്ന് പറയും? കണക്റ്റഡാണെന്ന് പറയും. ഓക്കെ, ഇനി ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ് എങ്കിൽ അതിനകത്ത് വരുന്ന ഓരോ സബ് ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so this algorithm can be used to determine the connectedness and components of a given graph, whether a graph is connected or not. If disconnected, determine the components. Okay, അപ്പോൾ നമ്മൾ ഈ അൽഗോരിതം കണക്റ്റഡ്നെസ് ആൻഡ് കമ്പോണൻസിൻ്റെ അൽഗോരിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ അല്ലയോ എന്നത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഡിസ്കണക്റ്റഡ് ആണ് എങ്കിൽ അതിൽ എത്ര കമ്പോണൻസ് ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. So the input of this algorithm is an adjacency matrix x of g of a graph G. So ഈ ഒരു അൽഗോരിതം ഫോർ കണക്റ്റഡ്നെസ് ആൻഡ് കമ്പോണൻസിനാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും? അഡ്ജസൻസി മെട്രിക്സ് ആയിരിക്കും. ഓർത്തോണം. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും? അഡ്ജസൻസി മെട്രിക്സ് ആയിരിക്കും. So description of the algorithm. The basic step in this algorithm is a fusion of adjacent vertices. പഠിച്ചു വെച്ചേക്കണം. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസൻ്റായിട്ട് വരുന്ന വേർട്ടെക്സുകളുടെ ഫ്യൂഷനാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് സം വേർട്ടെക്സ് ഇൻ ദ ഗ്രാഫ് ആൻഡ് ഫ്യൂസ് ഓൾ വേർട്ടിസസ് ദാറ്റ് ആർ അഡ്ജസൻറ്റ് ടു ഇറ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു വെർട്ടെക്സ്, സാധാരണ നമ്മൾ V1 എന്നൊരു വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആ ഫസ്റ്റ് വെർട്ടെക്സോട് അഡ്ജസ്റ്റൻ്റ് ആയ വെർട്ടെക്സ് ഏതാണോ അത് തമ്മിൽ അങ്ങ് ഫ്യൂസ് ചെയ്യും. ഓക്കെ, then take the fused vertex and again fuse it with those vertices that are adjacent to it now. For example, V1 ആയിട്ട് ഏറ്റവും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് V2 ഉം V3 ആണെങ്കിൽ ആദ്യം V1 ഉം V2 ഉം തമ്മിൽ എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? V1 V2 ഫ്യൂസ് ചെയ്യുമ്പോൾ ഒറ്റ എണ്ണമാവുമല്ലോ. പിന്നെ അടുത്തെടുക്കുന്ന ഏതാ? V3. അപ്പോൾ V1 ഉം V3 ആയിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? എല്ലാ അഡ്ജസൻറ്റ് വേർട്ടിസസുമായിട്ട് ഫ്യൂഷൻ നടക്കും. ദിസ് ഫ്യൂഷൻ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ നോ മോർ വേർട്ടിസസ് ക്യാൻ ബി ഫ്യൂസ്ഡ്. അങ്ങനെ ഈ ഫ്യൂഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെ? പിന്നൊരു വേർട്ടെക്സ് കാണത്തില്ല അങ്ങനെ ഫ്യൂസ് ചെയ്യാൻ, ആ ഒരു കണ്ടീഷൻ വരെ. അണ്ടിൽ നോ മോർ വേർട്ടിസസ് ക്യാൻ ബി ഫ്യൂസ്ഡ്, ആ ഒരു കണ്ടീഷൻ വരെ നമ്മൾ എന്ത് ചെയ്യും? ഈ വേർട്ടിസസുകളെ ഇങ്ങനെ ഫ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനും കണക്റ്റഡ് അല്ല എങ്കിൽ ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് കൗണ്ട് ചെയ്യാനുമാണ് നമ്മൾ ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഇതിന് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു അഡ്ജസൻസി മെട്രിക്സ് ആയിരിക്കും എക്സ് ഓഫ് ജി. അതിൽ ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് വേർട്ടിസസിൻ്റെ ഫ്യൂഷനാണ്. ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ളൊരു വേർട്ടെക്സോട് അതിനെ ഫ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനൊരൊറ്റ വേർട്ടെക്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടെണ്ണം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണവും, അതും പിന്നെ അടുത്ത് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സിനെ തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ നോ മോർ വേർട്ടിസസ് ക്യാൻ ബി ഫ്യൂസ്ഡ്. ഓക്കെ, this indicates that a connected component can be fused to a single vertex. നമുക്ക് ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരൊറ്റ വേർട്ടെക്സ് കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു കണക്റ്റഡ് ഗ്രാഫ് ആണെന്നാണ്. ഓക്കെ, ഇഫ് ദിസ് എക്സോസ്റ്റ് എവറി വേർട്ടെക്സ് ഇൻ ദ ഗ്രാഫ് ഈസ് കണക്റ്റഡ്. ഇങ്ങനെ നമുക്ക് ഒരു ഗ്രാഫ് എടുത്തിട്ട് ആ ഗ്രാഫിൽ എല്ലാ വേർട്ടെക്സിനെ ഫ്യൂസ് ചെയ്ത് അവസാനം ഒരൊറ്റ എണ്ണത്തിൽ വന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പറയാം. അതർവൈസ് സ്റ്റാർട്ട്സ് വിത്ത് എ ന്യൂ വേർട്ടെക്സ് ഇൻ എ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് ആൻഡ് കണ്ടിന്യൂ ദ ഫ്യൂഷൻ ഓപ്പറേഷൻ. അതല്ല, നമുക്കിപ്പോൾ ഒന്നിലധികം ഗ്രാഫ് ഉണ്ട്, അതായത് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രോസസ്സ് അവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഗ്രാഫ് എടുത്തിട്ട് അതിൻ്റെ ഫ്യൂഷനും ഓരോ വെർട്ടെക്സിൻ്റെ ഫ്യൂഷൻ ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് എടുക്കുന്നു, ആ ഗ്രാഫിനകത്ത് നമ്മളിങ്ങനെ ഫ്യൂഷൻ ചെയ്ത് ഒരൊറ്റ ഒരെണ്ണത്തിൽ വന്ന് നിൽക്കുവാണെങ്കിൽ അതിനർത്ഥം അത് കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരെണ്ണത്തിലല്ല വന്ന് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഡിസ്കണക്റ്റഡ് ആണെന്നാണ്. അപ്പോൾ ഓരോ കമ്പോണൻറ്റിലെയും നമ്മളിതുപോലെ പെർഫോം ചെയ്ത് നോക്കണം. ഓക്കെ, സോ നമ്മൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് വേർട്ടെക്സിനെ തമ്മിൽ എങ്ങനെയാണ് ഫ്യൂഷൻ ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഫോർ ഫ്യൂസിങ് VI ആൻഡ് വിത്ത് VJ, രണ്ട് വേർട്ടെക്സ് ആണ് VI യും VJ യും. ഫോർ എക്സാമ്പിൾ V1 ആൻഡ് V2 നിർത്തും. അപ്പോൾ രണ്ട് വേർട്ടെക്സ് ആണ് V1 ഉം V2. ഇത് തമ്മിൽ എനിക്ക് ഫ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നറിയോ? ഫോർ എക്സാമ്പിൾ വേണ്ടേ, ആദ്യം എന്ത് ചെയ്യണം? ith റോയും jth റോയും തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്യണം. സെക്കൻഡ് ith കോളവും jth കോളവും തമ്മിൽ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ചെയ്യണം. ദെൻ ഡിസ്കാർഡ് jth റോ ആൻഡ് jth കോളം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ V1 ഉം V2 ഉം തമ്മിലാണ് ഫ്യൂസ് ചെയ്തതെന്ന് വെച്ചോ. അപ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 1, ജെയുടെ വാല്യൂ എന്താണ്? 2. സോ ഫസ്റ്റ് എന്താ പറഞ്ഞത്? ith റോയും jth റോയും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയും
സെക്കൻഡ് റോയിലുള്ള എലമെൻസിൻ്റെ ലോജിക്കൽ ഓപ്പറേഷൻ നടക്കണം. ഇവിടെ എല്ലാം അഡ്ജസൻസി മെട്രിക്സിലെല്ലാം ബൈനറി മെട്രിക്സ് എല്ലാം 0 1 അല്ലേ ഉള്ളൂ. സോ ഫോർ എക്സാമ്പിൾ 0 1 1 0, ഇവിടെ 0 0 1 1 ആണെങ്കിൽ ഇതിൻ്റെ ആദ്യം എന്ത് ചെയ്യണം, V1 V2 ആണെങ്കിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യണം. ദെൻ സെക്കൻഡ് എന്ത് ചെയ്യണം, ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യണം. മൂന്നാമതിന് എന്ത് ചെയ്യണം, രണ്ടാമത് സെക്കൻഡ് റോയും the jth row and jth column, that means second row and second column discard ചെയ്യണം. ഇത് നിങ്ങൾ കാണാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. ഈ ഫ്യൂഷൻ ഓപ്പറേഷൻ എങ്ങനെ നിങ്ങൾ കാണാൻ പഠിച്ചേ പറ്റും. ഫോർ എക്സാമ്പിൾ 2 വെർട്ടെക്സ് VIയും VJയും തമ്മിൽ ഫ്യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ith റോയും jth റോയും തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്യണം. ദെൻ ith കോളവും jth കോളവും തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്യണം. എന്നിട്ട് jth റോയും jth കോളവും എടുത്ത് കളയണം. ഫോർ എക്സാമ്പിൾ V1 V2 ആണ് എങ്കിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ഫ്യൂസ് ചെയ്യണം. ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ ഫ്യൂസ് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് റോയും സെക്കൻഡ് കോളും എടുത്ത് കളയണം. മനസ്സിലായോ? jth റോയും jth കോളും. അപ്പോൾ എപ്പോഴാണ് രണ്ടാമത്തത്, ആ രണ്ടാമത്തെ റോയും കോളും എടുത്തങ്ങ് കളയണം. ഓക്കെ. ദ മാക്സിമം നമ്പർ ഓഫ് ഫ്യൂഷൻസ് പോസിബിൾ ആവുന്നത് n-1 ആയിരിക്കും. ഇതിൻ്റെ എക്സിക്യൂഷൻ ടൈം, ഈ ഒരു അൽഗോരിതത്തിൻ്റെ എക്സിക്യൂഷൻ ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു n/n-1. ഓക്കെ, അത് നിങ്ങളൊന്ന് ബൈ ഹേർട്ട് ചെയ്തിരുന്നാൽ മതി. സോ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒരു പ്രോബ്ലം വെച്ചിത് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് പറയാം ഇതിൻ്റെ ഫ്ലോ ചാർട്ട്. ഓക്കെ, നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് ഈ ഗ്രാഫ് കണക്റ്റഡ് ആണോ അല്ലയോ നമ്മൾ അൽഗോരിതം വെച്ച് പറയാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ എത്ര വെർട്ടെക്സ് ഉണ്ട്? V1 V2 V3 V4. സോ നമുക്കിടെ അഡ്ജസൻസി മെട്രിക്സ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അഡ്ജസൻസി മെട്രിക്സിൽ എപ്പോഴും റോയും കോളവും വെർട്ടെക്സ് തന്നെയാണ്. അപ്പോൾ റോയിലും കോളത്തിലും നമ്മൾ വെർട്ടെക്സ് എഴുതി 4 വെർട്ടെക്സ് എഴുതും. V1 V2 V3 V4. ഇങ്ങോട്ടും V1 V2 V3 V4. ഇനി V1 അഡ്ജസൻ്റായിട്ട് ഏതൊക്കെയുള്ള V2ഉം V3യും. സോ V2നും V3ക്കും നേരെ 1 കൊടുത്തു, ബാക്കി 2 0. V2 നുവിൻ്റെ അഡ്ജസൻ്റ് ഏതൊക്കെയാണ് ഉള്ളത്? V1ഉം V2 അല്ലേ. സോ V1ഉം V4ഉം അല്ലേ. V4നും 1, ബാക്കി 2 0. ഇനി V3 എന്ന് പറയുന്ന വെർട്ടെക്സിന് അഡ്ജസൻ്റ് ഏതൊക്കെയാണ്? V1ഉം V4ഉം. സോ V1ഉം V4ഉം 1, ബാക്കിയെല്ലാം 0. V4 അഡ്ജസൻ്റ് ഏതൊക്കെയാണ്? V2ഉം V3. സോ V2 V3 1, ബാക്കി 2 0. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ജസ്റ്റ് ആദ്യം നിങ്ങൾക്ക് തരുന്ന ഗ്രാഫിന് ആദ്യം എന്ത് ചെയ്യാം, ഒരു അഡ്ജസൻസി മെട്രിക്സ് അങ്ങ് വരയ്ക്കുക. അത്രയും മനസ്സിലായല്ലോ. ഇനി എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ഫസ്റ്റ് വെർട്ടെക്സ് എന്നായിരിക്കും, അതായിരിക്കും നല്ലത്. സോ നമ്മൾ സ്റ്റാർട്ട് വിത്ത് V1. ഓക്കെ, അപ്പോൾ അഡ്ജസൻറ്റ് വേണം. അപ്പോൾ നമ്മൾ V1 എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ് എടുത്താൽ അതിൻ്റെ അഡ്ജസൻറ്റ് ഏതൊക്കെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞേ, V3യും V2 ആണ് അല്ലേ. V2ഉം V3 ആണ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, V1ഉം V2 ആയിട്ട് അങ്ങ് ഫ്യൂസ് ചെയ്യും. V1ഉം V2ഉം തമ്മിൽ ഞാൻ ഫ്യൂസ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ശ്രദ്ധിച്ചോളുക, എനിക്ക് V1ഉം V2ഉം തമ്മിലാണ് ഫ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം എന്ത് ചെയ്യണം? V1ഉം V2 ആണെങ്കിൽ ഫസ്റ്റ് റോ, ഇത് ഐയുടെ വാല്യൂ 1ഉം ജെയുടെ വാല്യൂ 2 ആണ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, ith റോയും jth റോയും തമ്മിൽ ആഡ് ചെയ്യണം. സോ ith റോ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫസ്റ്റ് റോ വെച്ചാൽ V1. jth റോ എന്ന് വെച്ചാൽ ജെയുടെ വാല്യൂ എന്താ 2. അപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്യണം. അപ്പോൾ ഇതും തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്യണം. 0യും 1ഉം കൂടെ ഓർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1. ലോജിക്കൽ ഓപ്പറേഷൻ അറിയാമല്ലോ. ലോജിക്കൽ ഓർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ 1 ആയിക്കോളും. 1ഉം 0യും കൂടെ 1, 1ഉം 1ഉം കൂടെ 1, 0യും 1ഉം കൂടെ 1. ഇത് V1 ആണ്, ഇത് V2 ആണ്, ഇത് V3 ആണ്, ഇത് V4 ആണ്. ഇത് V1 ആണ്, ഇവിടെ V2 കിടപ്പുണ്ട്, ഇവിടെ V3 ഉണ്ട്, ഇവിടെ V4 ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞേ, ഇനി നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ അങ്ങ് എഴുതാം കേട്ടോ. സെക്കൻഡ് റോയ്ക്കും ഒരു മാറ്റമില്ല. കാര്യം നമ്മൾ ആദ്യത്തെ ഓപ്പറേഷൻ തരുന്ന ഫസ്റ്റ് ith റോയും jth റോയും തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്യണം. സോ നമ്മുടെ ഐയുടെ വാല്യൂ 1ഉം ജെയുടെ വാല്യൂ 2ഉം ഉണ്ട്. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ലോജിക്കൽ ഓർ ചെയ്തു. സെക്കൻഡ് ഓപ്പറേഷൻ എന്താ? jth റോ, സെക്കൻഡ് ഓപ്പറേഷൻ എന്തായിരുന്നു? ith കോളവും jth കോളവും തമ്മിൽ. അപ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 1, ജെയുടെ വാല്യൂ 2. സോ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് കോളം താണ്ട്, സെക്കൻഡ് കോളം താണ്ട്. 0യും 1ഉം കൂടെ ആകുമ്പോൾ 1, ഇവിടെ ഓൾറെഡി 1 എഴുതിയിട്ടുണ്ട്. 1ഉം 0യും കൂടെ 1, ഇവിടെ 1ഉം 0യും കൂടെ 1, ഇവിടെ 0യും 1ഉം കൂടെ 1. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ബാക്കിയെല്ലാം നിങ്ങൾ അതുപോലെ എഴുതുക. ഇത് ഒഴിച്ച് ബാക്കിയെല്ലാം പഴയ പോലെ എഴുതുക. ഇവിടെ 0 0 1, 0 0 1, ഇവിടെ 0 0 1. സോ 0 0 1, ഇവിടെ 1 1 0, 1 1 0.
ഈ ഞാൻ എന്താ പറഞ്ഞേ, ഐയുടെയും ജെയുടെയും കാര്യം എഴുതുമ്പോൾ ആദ്യം ഐത്ത് റോയും ജെയ്ത്ത് റോയും ആഡ് ചെയ്തു, ദെൻ ഐത്ത് കോളവും ജെയ്ത്ത് കോളവും ആഡ് ചെയ്തു. പിന്നെ എന്താ ചെയ്യേണ്ടേ, ജെയ്ത്ത് റോയും ജെയ്ത്ത് കോളവും ഡിലീറ്റ് ചെയ്യണം. ജെയുടെ വാല്യൂ എന്താ, സെക്കൻഡ്. ദാറ്റ് മീൻസ് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ വരും, 1 1 1 കണ്ടോ, 1 1 1, ദെൻ ഇതങ്ങ് പോയി, പിന്നെ 1 0 1 കണ്ടോ, 1 0 1, ദെൻ 1 1 0 കണ്ടോ, 1 1 0. നിങ്ങൾക്കിത് ആദ്യം കുറച്ച് ഇതായിട്ട് തോന്നും, നിങ്ങൾ തന്നെ ഒരു പേപ്പറിൽ ഇത് വരച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് V1 ഉം V2 ആയിട്ടാണ് ഫ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ആദ്യം നിങ്ങൾക്ക് അഡ്ജസൻസി മെട്രിക്സ് എഴുതാൻ ഈ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോ അതിൽ V1 ഉം V2 ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ റോയും V1 ഉം V2 മീൻസ് 1 ഉം 2. അപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്ത് വെക്കുക. ദെൻ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്യുക. ബാക്കിയെല്ലാം അതുപോലെ എടുത്തെഴുതുക. എന്നിട്ട് രണ്ടാമത്തെ ഏതാണോ V2 അല്ലേ, അപ്പോൾ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും എടുത്ത് കളയുക, എടുത്തെഴുതുക. ഇത് ആദ്യമൊക്കെയാണ് നിങ്ങൾ ഇത്രയും സ്റ്റെപ്പോടെ ചെയ്യുന്നത്. രണ്ടാമതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇതങ്ങ് എഴുതിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ V1 ഉം V2 ഉം കൂടെ ഫ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടി. ഇത് നമ്മളിനി അടുത്ത് ഇതിൽ നിന്നാണ് ചെയ്യാൻ പോകേണ്ടത്. ഇനി നിങ്ങൾക്കറിയാം V1 ഉം V2 ഉം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ V1 താണ്ട് V2 താണ്ട് ഇത് രണ്ടും ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ എണ്ണമായി. ഇനി അടുത്ത ഏതാണ് അഡ്ജസ്റ്റൻ്റ് എടുക്കുന്നത്, V3. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, V1 ഉം V3 ഉം തമ്മിൽ ഫ്യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ V1 ഉം V3 ഉം തമ്മിൽ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം. V1 V3 V4 V2 അങ്ങ് എടുത്ത് പോയല്ലോ, എടുത്ത് കളഞ്ഞല്ലോ. V1 V3 V4. ഓക്കെ, V1 V3 V4 V1 V3 V4. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ നമുക്ക് ഏതൊക്കെ തമ്മിലാണ് ചെയ്യേണ്ടത്, V1 ഉം V3 ഉം. കാര്യം V1 ഉം V2 കൂടെ ചേർന്ന് ഇപ്പോൾ ഒരൊറ്റ എണ്ണമായി V1. അപ്പോൾ ഐയുടെ വാല്യൂ എന്താണ്, 1. ജെയുടെ വാല്യൂ എന്താണ്, 3. സോ നിങ്ങൾ പറഞ്ഞേ ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ആഡ് ചെയ്യുക. ഫസ്റ്റ് റോ താടകം തേർഡ് റോ താടകം 1 + 1 1 1 1 1 1 0 1. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, V1 ഉം V3 കോളങ്ങൾ തമ്മിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ആഡ് ചെയ്തു. അടുത്ത എന്താ, ഫസ്റ്റ് കോളവും തേർഡ് കോളവും തമ്മിൽ. അതായത് ഫസ്റ്റ് കോളം താടകം തേർഡ് കോളം താടക്കുന്നു. ഓക്കെ, തേർഡ് കോളം മീൻസ് V3. അപ്പോൾ 1 ഉം 1 ഉം ഓൾറെഡി 1 എഴുതിയിട്ടുണ്ട്. 1 ഉം 0യും 1 1 ഉം 1 ഉം 1. ബാക്കി 0യും 1 ഉം അതുപോലെ ഇടുക, 1 ഉം 0 ഇടുക. ഇനി എന്താ ചെയ്യേണ്ടത്, തേർഡ് റോയും V1 ഉം V3 ആകുമ്പം തേർഡ് റോയും തേർഡ് കോളം എടുത്ത് കളയാണ്ട്, ജെയ്ത്ത് കോളവും ജെയ്ത്ത് റോയും അതുപോലെ ഇതും എടുത്ത് കളയാം, ഇത് എടുത്ത് കളയാം. ബാക്കി ഇനി എന്തൊക്കെ വരും, ഒരു 1 വരും, ഒരു 1 വരും, ദെൻ ഒരു 1 വരും, ഒരു 0 വരും. കണ്ടോ കണ്ടോ, നമുക്ക് നോക്കാം. കണ്ടോ, ഒരു 1 ഉം 1 ഉം ഒരു 1 ഉം 0യും വന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പടത്തിൽ ഇപ്പം V1 ഉം V2 ഉം കൂടെ ചേർന്ന് ആദ്യം ഒരു V1 ആയി. ദെൻ V1 ഉം V3 ഉം കൂടെ ചേർന്നൊരു V1 ആയി. ഇനി നമുക്ക് എന്തേ ഉള്ളൂ, V4 ഉള്ളൂ. പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാം. സോ വേണ്ട, ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നോക്കിക്കേ നിങ്ങൾ, ഏതാ ഫസ്റ്റ് റോയും ഇതും കൂടെ ആഡ് ചെയ്യണം അല്ലേ. ഇതിവിടെ ആകുമ്പോഴത്തേക്കിനും 1, ഇവിടെ 1 0 ഉണ്ടാകുമ്പോൾ 1, ഇവിടെ കോളാകുമ്പോൾ 1 ഉം 1 ഉം 1 ഓൾറെഡി ഇട്ട് 1 1 ഈ 0 അതുപോലെ ഇട്ടു അല്ലേ. സോ ഇതിനകത്ത് ഇനി എന്താ സംഭവിക്കുക, എന്നിട്ട് നമ്മൾ എന്താ കളയുക, V4 ഫോർത്ത് റോ എടുത്ത് കളയണം. ഐയും ജെയും, ഐയുടെ വാല്യൂ ഇപ്പോൾ 1 4. അപ്പം ജെയ്ത്ത് റോയും ജെയ്ത്ത് കോളം എല്ലാം എടുത്ത് കളയുന്നത് നമ്മൾ. അപ്പോൾ ജെയുടെ വാല്യൂ എന്താണ് 4. അപ്പോൾ ഫോർത്ത് റോ എടുത്താൽ കളയും. ബാക്കി എന്തുണ്ട് ആൻസർ, ജെയ്ത്ത് കോളവും ജെയ്ത്ത് 1 മാത്രം വരും. കണ്ടോ, ലാസ്റ്റ് ഒരൊറ്റ വെർട്ടെക്സ് ആയിട്ട് മാത്രം വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് കണക്റ്റഡ് ആണെന്ന് പറയാം. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് V1 ഉം V2 ആണെങ്കിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ആഡ് ചെയ്യാം, ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ആഡ് ചെയ്യാം. എന്നിട്ട് രണ്ടാമത് കിടക്കുന്ന ഏതാ, V1 V2 അല്ലേ, 2 2. അപ്പോൾ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കട്ട് ചെയ്ത് കളയാം, ബാക്കി എടുത്തെഴുതുക. ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ കണ്ടു, ഇവിടെ തന്നെ വന്നപ്പോൾ കണ്ടോ V1 ഉം V4 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ആഡ് ചെയ്തു. അപ്പം 1 ഉം 1 ഉം 1 വന്നു, 1 ഉം 0യും 1 വന്നു. ദെൻ കോളം നിങ്ങൾ തമ്മിലും ആഡ് ചെയ്യാം. ഫസ്റ്റ് കോളവും ഫോർത്ത് കോളവും, ജെയുടെ വാല്യൂ 4 3 അങ്ങനെ മാറി മാറി വരും. സോ ഇവിടെ 1 ഉം 1 ഉം 1 ഓൾറെഡി എഴുതി, 1 ഉം 0യും 1 എഴുതി, ആ 0 അതുപോലെ ഇട്ടു. ഇനി ഇത് V1 ഇത് V4 ഇത് V1 ഇത് V4. ഇനി നമുക്ക് എന്താ വേണ്ടത്, ജെയ്ത്ത് റോയും കോളം എടുത്ത് കളയാം. ജെയുടെ വാല്യൂ ഇപ്പോൾ എന്താ 4. അപ്പോൾ ഫോർത്ത് റോയും എടുത്ത് കളയാം, ഫോർത്ത് കോളം എടുത്ത് കളയാം. അപ്പോൾ ഇതിനൊരു 1 മാത്രം.
അവശേഷിക്കും. അങ്ങനെ ഒരു 1 മാത്രമായിട്ട് നമുക്ക് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഈ സെയിം സാധനം തന്നെ കണ്ടോ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനകത്ത് 2 ഗ്രാഫുണ്ട്. ദാറ്റ് മീൻസ് ഇത് ഡിസ്കണക്റ്റഡ് ഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിളാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് ആണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ഈ ഒരു കണക്റ്റഡ്നെസ് ആൻഡ് കമ്പോണൻസിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കണം. സോ അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കുമ്പോൾ ഒരുമിച്ചേ വരയ്ക്കാവൂ. എത്ര വെർട്ടെക്സ് ഉണ്ട്? V1 V2 V3 V4 V5. സോ V1 V2 V3 V4 V5. ഇങ്ങോട്ടും V1 V2 V3 V4 V5. കാര്യം അഡ്ജസൻസി മെട്രിക്സിൽ എപ്പോഴും റോയും കോളും എന്തായിരിക്കും? വേർട്ടെക്സ് ആയിരിക്കും. സോ V1ന് ഏതൊക്കെയാണ് അഡ്ജസൻ്റ് ആയിട്ട്? V2 മാത്രമേ ഉള്ളൂ. സോ V2 മാത്രമായിട്ട് ബാക്കിയെല്ലാം 0. ഇനി V2നെ സംബന്ധിച്ച് ഏതെയുള്ള അഡ്ജസൻ്റ് ആയിട്ട്? V1 മാത്രം, ബാക്കിയെല്ലാം 0. V3യെ സംബന്ധിച്ച് ഏതൊക്കെ അഡ്ജസൻ്റ്? V5ഉം V4ഉം. സോ V5ഉം V4ഉം 1, ബാക്കിയെല്ലാം 0. V4നെ സംബന്ധിച്ച് V5ഉം V3യും ബാക്കിയെല്ലാം 0. V5നെ സംബന്ധിച്ച് V3യും V4ഉം ബാക്കിയെല്ലാം 0. ഇത്രയും മനസ്സിലായല്ലോ. സോ നമ്മൾ പഴയതുപോലെ തന്നെ V1നെ ആദ്യം എന്തുമായിട്ടായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്? V1ൽ തന്നെ ചെയ്യാം. നമ്മൾ V2 ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു. സോ V1ഉം V2ഉം കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വട്ടോടെ എഴുതി കാണിക്കാം. തണ്ടേ V1 എന്ന് പറയുമ്പോൾ ഇത്, V2 എന്ന് പറയുമ്പോൾ ഇതും ഇതും തമ്മിൽ ആഡ് ചെയ്യാൻ പോകും. 0യും 1ഉം 1, 1ഉം 0യും 1, 0യും 0യും 0, 0യും 0യും 0, 0യും 0യും 0. ഇനി ഈ കോളും ഇതും തമ്മിൽ ചെയ്യണം കണ്ടോ, ഇത് തമ്മിൽ ചെയ്യണം. 0യും 1ഉം 1 ഓൾറെഡി എഴുതി, 1 0യും 1, 0, ഇതും കൂടെ 0, ഇതും കൂടെ 0 കണ്ടോ. ബാക്കിയെല്ലാം അതുപോലെ എഴുതുക. 0 0 0 0 0 0 1 1 0 1 0 1 അതല്ല. എന്നിട്ട് ഇനി ഏതൊക്കെ എടുത്ത് കളയണ്ടേ? V1ഉം V2 സോ സെക്കൻഡ് റോയും എടുത്ത് കളയണം, സെക്കൻഡ് കോളം. ദറ്റ് മീൻസ് സെക്കൻഡ് റോയും എടുത്ത് കളയണം, സെക്കൻഡ് കോളും എടുത്ത് കളയണം. പിന്നെ V1 ഉണ്ട്, V2 ഉണ്ടോ? ഇല്ല. പിന്നെ ഇത് V3, ഇത് V4, ഇത് V5. അതുകൊണ്ടാണ് V1 V3 V4 V5 V1 V3 V4 V5. കാര്യം എന്താ? സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ V1ഉം V4 ഫ്യൂസ് ചെയ്യുന്നതെങ്കിലോ, 4th റോയും V4ൻ്റെ റോയും V4ൻ്റെ കോളും എടുത്ത് കളയുക. അങ്ങനെ ചെയ്തു പോയാൽ മതി. സോ നമ്മൾ ആദ്യം ഇത് കിട്ടി. അത് കഴിഞ്ഞ അടുത്ത് V1ഉം. അപ്പോൾ നിങ്ങൾക്കിവിടെ മനസ്സിലാവും, ഇനി ഇവിടെ V1ഉം V2ഉം കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഇനി വല്ലതും ഉണ്ടോ? ഇല്ല, ഇത് ഇപ്പുറത്ത് കിടക്കുന്ന ഗ്രാഫാണ് അല്ലേ. സോ നമുക്ക് ഇവിടെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഇതിനകത്തോട്ട് കയറാം. സോ നിങ്ങൾ ഇതിനകത്തങ്ങ് ഇതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങ് ചെയ്താൽ മതി. കണ്ടോ. അപ്പോൾ അടുത്ത അഡ്ജസൻസി മെട്രിക്സ് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാം. എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇവിടുത്തെ ഈ V1ഉം V2 ഉള്ളൂ. ഇനി അപ്പുറത്തോട്ട് ഇനി ഒരു വെർട്ടെക്സ് ഈ ഗ്രാഫിലില്ല. ഇത് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. സോ ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയണം നമ്മൾ സിയുടെ വാല്യൂ, സി മീൻസ് നമ്മുടെ കമ്പോണൻറ്റിൻ്റെ വാല്യൂ 1 ആക്കും. കാര്യം എന്താ? ഇവിടെ ഒരൊറ്റ ഒരു ഗ്രാഫേ ഉള്ളൂ. ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ്. അതിൻ്റെ V1 V2 കഴിഞ്ഞാൽ ബാക്കി വെർട്ടെക്സ് എല്ലാം ഇപ്പുറത്തെ ഗ്രാഫിൽ കിടക്കുവാണ്. സോ സി കമ്പോണൻ്റെ വാല്യൂ നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഈ ഒരു അൽഗോരിതം തുടങ്ങാൻ നേരം സിയുടെ വാല്യൂ 1 ആക്കിയാണ് സെറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ വരുമ്പോൾ സിയുടെ വാല്യൂ എന്താവും? 2 ആവും. കാര്യം നമ്മൾ അൽഗോരിതം ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതിൻ്റെ അൽഗോരിതം പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ കമ്പോണൻറ്റിൻ്റെ വാല്യൂ 1 ആയിട്ടാണ് വെക്കുന്നത്. ആ ഗ്രാഫ് തന്നെ എൻ്റെ ഒരു കമ്പോണൻ്റ് ആണല്ലോ. ദിസ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ദിസ് ഗ്രാഫ് അല്ലേ. സോ നമ്മൾ കമ്പോണൻ്റ് വാല്യൂ 1 ആയിട്ടാണ് വെക്കുന്നത്. സോ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും V1 V2 കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രാഫോട്ടൊരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഡിസ്കണക്റ്റഡ് ആണ്. സോ അവിടെ നമ്മൾ സിയുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആക്കി വെക്കും. ഇത് ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ടാണ്. മറ്റൊരു തരത്തിൽ നമുക്ക് ചെയ്തങ്ങ് പോയാൽ മതിയായിരുന്നു. എന്നിട്ട് ബാക്കി അപ്പോൾ നമ്മളിനി അടുത്ത പ്രോസസ്സ് എന്തിനാ കണ്ടിന്യൂ ചെയ്യണം? ഞാൻ പറഞ്ഞു ഡിസ്കണക്റ്റഡ് ആയെങ്കിൽ ഓരോ കമ്പോണൻറ്റിനും നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. സോ നെക്സ്റ്റ് ഈ ഒരു ഗ്രാഫിലോട്ട് വരും. അപ്പോൾ ഈ ഒരു ഗ്രാഫിലോട്ട് വരുമ്പോൾ ദാണ്ടെ ആ ഗ്രാഫിൽ ഏതൊക്കെ വെർട്ടെക്സ് ആയിരുന്നു? V3 V4 V5 V3 V4 V5. അതിൻ്റെ ഒരു അഡ്ജസൻസി മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. കാരണം ആദ്യം V3യും V4 ഇവിടെ നമ്മൾ V1ഉം V2 ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ V3 എന്ന് തുടങ്ങുന്നത്. ആദ്യം V3യും V4ഉം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് V3യും V5 ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരൊറ്റ ഒരെണ്ണമായിട്ട് നിൽക്കുന്നു. ദാറ്റ് മീൻസ് ആ രണ്ടാമത്തെ ഗ്രാഫ് എന്താണ്? കണക്റ്റഡ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? കമ്പോണൻറ്റ് 1 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കമ്പോണൻറ്റ് 1, ഇത് കമ്പോണൻറ്റ് 2. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ അതാണ്ട് കമ്പോണൻറ്റ് 1 C1, അതിനകത്ത് V1ഉം V2ഉം
വെർട്ടെക്സുകൾ. കമ്പോണൻറ്റ് 2 എന്ന് പറഞ്ഞാൽ C2, അതിനകത്ത് V3, V4, V5 ആയിരിക്കും വെർട്ടെക്സ്. സോ നമുക്ക് കമ്പോണൻ്റെ വാല്യൂ 2 ആയിട്ട് കിട്ടും. കാര്യം എന്താണ്, ഇവിടെ 2 കമ്പോണൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ആൻസർ ഒരിക്കലും തെറ്റത്തില്ല. കാര്യം നിങ്ങൾക്ക് തന്നെ ഗ്രാഫ് കാണുമ്പോൾ കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. കാര്യം എന്താണ്, 2 കമ്പോണൻറ്റ് കിട്ടി. നമുക്ക് സാധാരണ കേസിലാണെങ്കിൽ എന്തേ വരത്തോളായിരുന്നു, 1 വരത്തോളായിരുന്നു അല്ലേ. കണക്റ്റഡ് ആണെങ്കിൽ 1 വരത്തോളൂ. ഇതിപ്പോൾ എന്തായി 2 എണ്ണം. അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മളിതിനകത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ളൊരു വെർട്ടെക്സിന്, ഇഷ്ടമുള്ള വെർട്ടെക്സ് എന്നല്ല, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ഗ്രാഫ് തരുവാണെങ്കിൽ അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കുക. എന്നിട്ട് മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ ഫസ്റ്റ് വെർട്ടെക്സ് V1 നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടെക്സുമായിട്ട് ഫ്യൂസ് ചെയ്യാം. ഫ്യൂസ് ചെയ്തതിന് ശേഷം അടുത്ത വെർട്ടെക്സുമായിട്ട് ഫ്യൂസ് ചെയ്യുക. അങ്ങനെ നോ മോർ വെർട്ടെക്സസ് ഹാസ് ടു ബി ഫ്യൂസ് എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ ഒരെണ്ണത്തിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ, ഒരു വെർട്ടെക്സ് മാത്രമായിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. ഫ്ലോ ചാർട്ട്. റീഡ് G, ഇനിഷ്യലൈസ് സബ്ഗ്രാഫ് G ഇംപ്ലൈസ് G, കമ്പോണൻറ്റ് കൗണ്ട് C ഇംപ്ലൈസ് 1. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ഗ്രാഫ് റീഡ് ചെയ്യുക. നമ്മൾ മുമ്പ് എടുത്ത ഗ്രാഫ് ഇതല്ലായിരുന്നു. സോ നമ്മുടെ ഗ്രാഫ് എടുക്കുക, ഇതിൻ്റെ ഒരു സബ് ഗ്രാഫായിട്ട് തന്നെ നമ്മൾ കരുതുക. എന്നിട്ട് ആദ്യം കമ്പോണൻ്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്യുക. അൽഗോരിതം നിങ്ങൾ കാണാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഗ്രാഫ് എന്നല്ല, നമുക്ക് തന്നേക്കുന്ന ഗ്രാഫ് അത് റീഡ് ചെയ്യുക. സോ ഇനിഷ്യലൈസ് സബ് ഗ്രാഫ്, ആ ഗ്രാഫിനെ തന്നെ അതിൻ്റെ സബ് ഗ്രാഫായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കമ്പോണൻറ്റ് കൗണ്ടിൻ്റെ വാല്യൂ, നമ്മൾ ഐയുടെ വാല്യൂ 0 എന്നൊക്കെ സെറ്റ് ചെയ്യുന്നതല്ല, കമ്പോണൻറ്റ് കൗണ്ടിൻ്റെ വാല്യൂ. കാര്യം ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ കമ്പോണൻറ്റ് കൂടുമല്ലോ, അതുകൊണ്ട് കമ്പോണൻറ്റ് കൗണ്ടിൻ്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്യാം. എന്നിട്ട് സെലക്ട് വേർട്ടെക്സ് ആയി ദ ഗ്രാഫ്. അത് നമ്മുടെ ഗ്രാഫ് ഇതാണെങ്കിൽ V1, V2, V3, V4 ഉണ്ടെങ്കിൽ ith വേർട്ടെക്സ്, ഫസ്റ്റ് വേർട്ടെക്സ് നമ്മൾ ഈ സബ് ഗ്രാഫിൽ, മെയിൻ ഗ്രാഫിനെ നമ്മൾ സബ് ഗ്രാഫായിട്ടല്ലേ ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത്. സോ അതിൽ ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആ വേർട്ടെക്സിന് അടുത്തുള്ള വേർട്ടെക്സോട്ട് അതിനെ അങ്ങ് ഫ്യൂസ് ചെയ്യാം. ഓക്കെ, ഫ്യൂസ് ഓൾ വേർട്ടീസസ് അഡ്ജസൻറ്റ് ടു I വിത്ത് I ആൻഡ് കോൾ ദി ന്യൂ വെർട്ടെക്സ് I. ഇപ്പോൾ V1 ഉം V2 കൂടെ ഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്തെന്ന് അറിയപ്പെടുന്നത്, V1 എന്നാണ്. V1 ഉം V3 കൂടെ ഫ്യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തന്നെ V1 എന്നല്ലേ അറിയപ്പെടുന്നത്. സോ അഡ്ജസൻറ്റ് വേർട്ടെക്സുമായിട്ട് ഫ്യൂസ് ചെയ്യാം. എന്നിട്ട് ചെക്ക് ചെയ്യുക, ഈസ് ദ നമ്പർ ഓഫ് വേർട്ടീസസ് നോൺ അഡ്ജസൻറ്റ് ടു I സെയിം ആസ് ബിഫോർ. ഫ്യൂഷന് ശേഷവും നോൺ അഡ്ജസൻറ്റ് വേർട്ടീസസിൻ്റെ നമ്പർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണ് എങ്കിൽ എന്ത് ചെയ്യുക, അതിനെ അവിടുന്ന് ഡിലീറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്തപ്പോൾ V1 ഉം V2 ഉം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, V2നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് V1 ആക്കിയില്ലേ. വീണ്ടും V1 ഉം V3 ഉം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് V3 അങ്ങ് ഡിലീറ്റ് ചെയ്ത് V1 ആക്കിയില്ലേ. ദെൻ V1 ഉം V4 കൂടെ ഫ്യൂസ് ചെയ്തിട്ട് V4 അങ്ങ് ഡിലീറ്റ് ചെയ്ത് V1 ആക്കിയില്ലേ. അപ്പോൾ ലാസ്റ്റ് ഒരൊറ്റ എണ്ണം നിന്നപ്പോഴാണ് നമ്മൾ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞത്. സോ ആ ഓപ്പറേഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, ഫ്യൂസ് ചെയ്തതിന് ശേഷം ആ വേർട്ടെക്സ് അങ്ങ് ഡിലീറ്റ് ചെയ്ത്, ദാറ്റ് മീൻസ് V1 ഉം V2 ആണെങ്കിൽ നമ്മൾ V2 അങ്ങ് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കുക, അങ്ങനെ ഓരോ വട്ടവും ഫ്യൂസ് കഴിഞ്ഞിട്ട് നോക്കുക വേർട്ടെക്സ് ഇനിയും ബാക്കിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്യുമ്പോൾ ഈസ് ദെയർ എനി വേർട്ടെക്സ് ലെഫ്റ്റ് ഇൻ G. ഉണ്ട് എങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങളേ മുമ്പത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ V1, V2, പിന്നെ ഇവിടെ ഒരു ഗ്രാഫ് അങ്ങനല്ലേ കിടന്നത്. നമ്മളിവിടെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് V1 ഫ്യൂസ് ചെയ്തൊരെണ്ണം കിട്ടും, ബാക്കി വെർട്ടെക്സ് ഒക്കെ ഇവിടെ കിടക്കുക. അപ്പോൾ വെർട്ടെക്സ് ഇനിയും ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, കമ്പോണൻറ്റിൻ്റെ വാല്യൂ കൂട്ടണം. വെർട്ടെക്സ് വീണ്ടും പെൻഡിങ് ആണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ അർത്ഥം എന്താണ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫാണെന്നാണ്. അപ്പോൾ നമ്മൾ കമ്പോണൻറ്റിൻ്റെ വാല്യൂ ഇതാണ് C+1 കൂട്ടിയിട്ട് വീണ്ടും ഈ എല്ലാ ഓപ്പറേഷനും അടുത്ത ഓരോരോ കമ്പോണൻറ്റ് നമ്മൾ ചെയ്ത് വരണം. അതെല്ലാം നമുക്ക് വെർട്ടെക്സ് ഒന്നും ഇല്ല, എല്ലാം തീർന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് പ്രിൻറ്റ് ഈച്ച് C വിത്ത് വെർട്ടെക്സസ്. ജസ്റ്റ് ഇപ്പോൾ ഒരെണ്ണം ഉള്ളതെങ്കിൽ, ഇപ്പോൾ ഒരു വെർട്ടെക്സായിട്ട് മാത്രം നിൽക്കുമെങ്കിൽ അർത്ഥം എന്താണ്, അവിടെ കമ്പോണൻറ്റിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഏത് വെർട്ടെക്സ് ആയിരിക്കും, V1 എങ്കിൽ V1, അല്ലെങ്കിൽ നമ്മൾ V4 നിന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ V4 ഏതാണെന്ന് വെച്ചാൽ അത് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഫസ്റ്റ് നമ്മുടെ G എന്ന് പറയുന്ന ഗ്രാഫ് റീഡ് ചെയ്യുക. അതിനെ സബ് ഗ്രാഫായിട്ട് സ്മോൾ G ഇംപ്ലൈസ് എന്ന് വെച്ചാൽ അതിൻ്റെ സബ് ഗ്രാഫായിട്ട് അതിനെ ഇനിഷ്യലൈസ് ചെയ്യാം. കമ്പോണൻറ്റിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. ഇഷ്ടമുള്ളൊരു വെർട്ടെക്സ് I എന്ന് പറയുന്നൊരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുമായിട്ട് ഫ്യൂസ് ചെയ്യാം. എന്നിട്ട് അതിന് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഫ്യൂഷന് മുമ്പ് ഈസ് ദ നമ്പർ ഓഫ് വേർട്ടീസസ് നോൺ അഡ്ജസൻ്റ് ടു I സെയിം ആസ് ബിഫോർ ഫ്യൂഷൻ. ഫ്യൂഷന് മുമ്പ് ആ I എന്ന് പറയുന്ന വേർട്ടെക്സ് നോൺ അഡ്ജസൻ്റ് ഉള്ള നമ്പർ പിന്നെ സെയിം ആണോ ചെക്ക് ചെയ്യാം. അല്ല എങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം.
അതല്ല എങ്കിൽ എസ് ആണ് എങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ V1 V2 കൂടെ ആ ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സെക്കൻഡ് വേർട്ടെക്സിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യത്തില്ലേ. ഓക്കെ, എന്നിട്ട് ഫ്യൂസ് എന്ന് വെച്ചാൽ രണ്ടെണ്ണം ചേർത്ത് ഒന്നാക്കുക. അപ്പോൾ ഏതൊരെണ്ണം രണ്ടെണ്ണം ചേർന്നിട്ടില്ലേ ഒന്നായത്, അപ്പോൾ അതിലൊരെണ്ണം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് വീണ്ടും ഫോർ എക്സാമ്പിൾ 4 പേരുണ്ട്. അപ്പോൾ ആദ്യം V1 V2 V3 V4, V1 V2 ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് V2 ഞാൻ കളയുക. എന്നിട്ട് V1 V3 ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് V3 കളയുക. V1 V4 ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് V4 കളയുക. സോ V1 മാത്രമായിട്ട് ഒറ്റയ്ക്ക് വരും. ഓക്കെ, അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏറ്റവും അവസാനം വേർട്ടെക്സ് ഒരെണ്ണവേ ഉള്ളൂ എങ്കിൽ നമുക്കതങ്ങ് എഴുതാം. അല്ല, വെർട്ടെക്സ് അധികമായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഡിസ്കണക്റ്റഡ് ആണെന്നാണ്. അപ്പോൾ കമ്പോണൻറ്റിൻ്റെ വാല്യൂ ഒന്നുകൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ 2 എണ്ണം ഉള്ളത്, അത് ഡിസ്കണക്റ്റഡ്. അപ്പോൾ കമ്പോണൻറ്റിൻ്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ ഓപ്പറേഷൻസ് എല്ലാം ഒന്നുകൂടെ പെർഫോം ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നിങ്ങൾ തന്നെ ഈ 2 ഗ്രാഫും വെച്ച് അഡ്ജസൻസി മെട്രിക്സ് ഒക്കെ വെച്ച് നിങ്ങൾ തന്നെ ഇത് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്കിത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.